ആ മോള് ഭക്ഷണം കൊണ്ടുപോയോ? അതെന്തായാലും നന്നായി. ഞാൻ വരാൻ വേണ്ടി കാത്തിരുന്നെങ്കിൽ ഒരുപാട് താമസിച്ചു പോയാൽ. നിങ്ങൾ എന്തായാലും നേരത്തെ വരികയല്ലെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് അതുവരെ ആ കൊച്ചു വിശന്നിരിക്കണ്ടായിരുന്നു. ആ മോള് വന്നല്ലോ. ഭക്ഷണം കൊടുത്തോ മോളെ? താമസിച്ചല്ലേ എന്തേലും പറഞ്ഞോ? ഇല്ലമ്മേ, ഒന്നും പറഞ്ഞില്ല. അയാള് ചായ ഇട്ട് കുടിച്ചായിരുന്നു. അയ്യോടാ, നാളെ നേരത്തെ തന്നെ കൊണ്ടുപോകണം കേട്ടോ രഘുവേട്ടാ. അതെ, ആ ഉച്ചത്തേക്കുള്ള ഭക്ഷണം ഇത്തിരി നേരത്തെ ആക്കിക്കോ ദേവി. പിന്നെ ഉച്ചയ്ക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചായിരുന്നോ? ആ, ഞാനത് മറന്നു. ഉച്ചക്കത്തേക്ക് വേറെ സ്പെഷ്യൽ ഒന്നും വേണ്ട, മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു, നന്നായിരുന്നു എന്ന് പറഞ്ഞു. ഇതെന്താ, നിങ്ങൾ രണ്ടാളും മാമ്പഴ പുളിശ്ശേരിയും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നേ? ഇത്രയും നടന്നു വന്നപ്പോഴേ ആകെ ക്ഷീണിച്ചു. വെള്ളവുമില്ലേ? എത്ര കാലമായി നമ്മുടെ അടുക്കളയിൽ അതൊക്കെ ഉണ്ടാക്കിയിട്ട്. നിങ്ങളുടെ അനിയത്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ലായിരുന്നു മാമ്പഴ പുളിശ്ശേരി. അനിയത്തി ആഗ്രഹിക്കുമ്പോഴൊക്കെ നാട് മുഴുവനും 2 നാളിന്ന് മാമ്പഴം വാങ്ങിച്ചിട്ട് വന്ന് ഉണ്ടാക്കി കൊടുക്കുവാന്നല്ല ചേട്ടൻ്റെ കൈകൊണ്ട് തന്നെ. അതുപോലെ തന്നെ അവൾക്ക് ജനിച്ച മകനും അമ്മയുടെ ഇഷ്ടം പോലെ തന്നെയായിരുന്നു. അതും അമ്മാവൻ നേടി കൊടുക്കുമായിരുന്നല്ലോ. നീ എന്തിനാ ദേവി ഇതൊക്കെ പറയുന്നത്? എന്നെ ഭ്രാന്ത് പഠിപ്പിക്കാനാണോ? എനിക്ക് ആരെയും ഭ്രാന്ത് പിടിപ്പിക്കണ്ടേ? അല്ല, ഇവിടെ ഉണ്ടാക്കാൻ ഒരിക്കലും സമ്മതിച്ചിട്ടില്ലല്ലോ. ഇന്ന് ഉണ്ടാക്കാൻ സമ്മതിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എന്റെ ദേവി, ഇതെന്ത് മറിമായൊക്കെ നടക്കുന്നേ? എനിക്കൊന്നും തന്നെ പിടികിട്ടുന്നില്ല. ഇനിയിപ്പോ അയാളായിരിക്കും എന്റെ അപ്പുവേട്ടൻ. ഇവരിപ്പോ തമ്മിൽ സംസാരിച്ച ഓരോ സൂചനയും അയാളെന്റെ അടുത്ത് വരുമ്പോഴുണ്ടാവുന്ന എന്റെ നെഞ്ചിലുണ്ടാവുന്ന പിടപ്പ് വെച്ച് നോക്കുമ്പോ എന്റെ സംശയം ശരിയായിരിക്കുമോ? അതെന്റെ വേറെ ഒരു പ്രതീക്ഷ മാത്രമായിരിക്കും. എന്തായാലും കണ്ടുപിടിക്കണം. ആ ചേച്ചി ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ എവിടെയെല്ലാം നോക്കി. എന്താ കാര്യം? നീ എന്തിനാണ് ചേച്ചി ഞാൻ എന്ത് പറഞ്ഞാലും ചൂടാവുന്നേ? നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട്. ആ, ഇനിയിപ്പോ അത് പറഞ്ഞാ പോരെ. എന്തായാലും നീ പോയി റെഡി ആയിട്ട് വാ, പോവണ്ടേ? പോകാനോ? എവിടെ? ഫുഡ് കൊണ്ടുപോകണ്ടേന്ന്. അതിനെന്തിനാ ഞാൻ വരുന്നേ? നിനക്ക് പോയാ പോരെ? അതെങ്ങനെ ശരിയാവും? എനിക്കാണെങ്കിൽ പുള്ളിനെ പരിചയം പോലുമില്ല. പിന്നെ ചേച്ചിയാണ് രാവിലെ പോയത്. ഓഹോ, ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നേ? എന്റെ പൊന്നുമോളെ, എനിക്കിപ്പം വെക്കേഷൻ ആയതുകൊണ്ടല്ലേ. എനിക്കിനി ക്ലാസ് ഉണക്കി കഴിയുമ്പോൾ നീ എന്ത് ചെയ്യും? അച്ഛൻ ഇവിടെ ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യേണ്ടത് നീയാ. അതുകൊണ്ടേ മോള് ചെല്ല്. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേ. ഈ ചേച്ചിയുടെ ഒരു കാര്യം. ഇവളുടെ കൂടെ പോകുന്നതാ നല്ലത്. എന്റെ സംശയത്തിന് പറ്റിയ എന്തെങ്കിലും തെളിവുകൾ അവിടെ നിന്ന് കിട്ടിയാലോ? എടി പെണ്ണെ, ഞാനും വരാം. പറ്റി പെട്ടെന്ന് മനസ്സിനാണ്. ചേച്ചി, ഇന്ദ്ര. ചേച്ചി, ഇന്ദ്ര. അങ്ങനെ വഴിയിൽ പലരും നിൽക്കും. നീ എന്തിനാകും നോക്കി നിൽക്കുന്നേ? വാ. ആഹാ, ഇതെവിടെ പോകുന്നു? രണ്ടാളും കൂടെ ഒരുമിച്ച്. ഞങ്ങൾ
ഞങ്ങളിവിടെ പരഞ്ഞിട്ടല്ല. പത്രമോളെ, നീ നിന്റെ ചേച്ചി ഒന്ന് ഉപദേശിക്ക്. അധികം കിടന്ന് തിളക്കേണ്ടത്. വൈകാതെ തന്നെ എൻ്റെ ഭാര്യ കണ്ടവളാണെന്ന്. ആയിക്കോട്ടെ. അതൊക്കെ താൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയോ? നീ എന്ത് കേൾക്കാൻ നിൽക്കുവാ? വാ ഇങ്ങോട്ട്. ഒന്ന് നിന്നേ. നീ നിന്റെ രക്ഷകനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞല്ലോ. ആരടി അവൻ? അവനെ കണ്ടിട്ടാണോ എൻ്റെ മുന്നിൽ കിടന്ന് തിളയ്ക്കുന്നത്? തനിക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ട് അത് എന്നോട് തീർത്തോണം, അല്ലാതെ ഒന്നിനും ഇല്ലാത്തവരെയൊന്നും ഇതിനകത്ത് വലിച്ചിടരുത്. ഏയ്, അവൻ്റെ വരവ് വെറുതെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കണ്ടുപിടിച്ചാളാവടി നിന്റെ അവൻ്റെ കള്ളത്തരമൊക്കെ. എങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയി കണ്ടുപിടിക്കും. മാറി നിൽക്കുക അങ്ങോട്ട്. എനിക്കറിയാവടി നീ ഇത്ര ധൃതി പോകുന്നത് അവൻ്റെ അടുത്തേക്കാണെന്ന്. ഇതെവിടെ വരെ പോകുന്നത് നമുക്ക് കാണാടി. എപ്പോ വന്നാൽ ഇയാൾ ഈ ഫ്രണ്ടിലത്തെ കഥകും തുറന്നിട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകും. ഉമ്മത്താണ് അയാളെ കാണത്തുമില്ല. ചേച്ചി, ഞാൻ ഇതുവരെ ഈ വീടൊന്നും ചുറ്റി കണ്ടിട്ടില്ല. ഞാനൊന്ന് പോയി ചുറ്റി കണ്ടിട്ട് വരാവേ. വേഗം വേണേ, ദൂരേക്കൊന്നും പോകാം. ഇത് തന്നെയാ പറ്റിയ അവസരം. അയാൾ ഇവിടെ ഇല്ലെന്നാ തോന്നുന്നത്. ആദ്യം തന്നെ മുറി തന്നെ പരിശോധിക്കാം. എൻ്റെ ഭഗവതി, ഞാൻ ചെയ്യണ തെറ്റാണെന്നറിയാം. ഒരാളുടെ അനുവാദം കൂടാതെ അയാളുടെ മുറി കയറുന്നതോ പരിശോധിക്കുന്നതോ തെറ്റാ. എന്തു പറയാന്, എൻ്റെ നിവർത്തികേട് കൊണ്ട എൻ്റെ ഉള്ളിലുള്ള സംശയം എനിക്ക് എങ്ങനെയും മാറ്റണം. അതിനുവേണ്ടി മാത്രമാണ് എൻ്റെ ഭഗവതി, ക്ഷമിക്കണേ.